ഷംനാദ് വേൾഡ് വ്ലോഗറിൻ്റെ പുതുമയാർന്ന മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അബുദാബിയിലെ പ്രശസ്തമായ അൽ മന്ദിർ എന്ന് പറയുന്ന ഒരു ടെമ്പിളിലേക്കാണ്. നമുക്ക് ആ അമ്പലത്തിലേക്കൊന്ന് പോവാം. പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ. ഖലീഫ സിറ്റിയിൽ നിന്നാണ് ഞാൻ ഈ യാത്ര തുടങ്ങുന്നത്. അൽ മന്ദിറിലേക്കുള്ള ഒരു യാത്രയിൽ കൗതുകകരമായി എന്നെ ആദ്യം സ്വാധീനിച്ചത് ആ മനോഹരമായ ബ്രിഡ്ജായിരുന്നു. അതിനുശേഷം ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ പള്ളിയായ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് ആയിരുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്വന്തം നാട് പോലെ തന്നെ കൗതുകകരമായ ഒന്നാണ് അബുദാബി. ആരെയും സ്വാധീനിക്കും വിധം ഇവിടെ എന്തോ ഒരു അത്ഭുതമാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. അബുദാബി എയർപോർട്ട് മുതൽ എനിക്ക് സമ്മാനിച്ചത് കൗതുകകരമായ ഒരുപാട് കാഴ്ചകൾ തന്നെയായിരുന്നു. നമ്മളീ കാണുന്ന പൈനാപ്പിൾ ടവറാണ് അബുദാബിയിലെ അത്ഭുതമായ പൈനാപ്പിൾ ടവർ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് അബുദാബി ബസ് സ്റ്റേഷൻ. ആ ബസ് സ്റ്റേഷനിലോട്ട് നമുക്ക് പോകണം. റോഡ് ക്രോസ് ചെയ്യുകയാണ്. നമ്മൾ പാലത്തിൽ കയറി അതാ മനോഹരമായ പാലവും കടന്ന് അബുദാബി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. 5:30 മണിക്കാണ് ഞാൻ എത്തുന്നത്. എനിക്ക് ആദ്യത്തെ ബസ് എനിക്ക് കിട്ടിയില്ല. രണ്ടാമത്തെ ബസ്സിലാണ് ഞാൻ പിന്നെ ബാബ്സിലോട്ട് പോകാനായിട്ട് കയറിയത്. തീർച്ചയായും ബാബ്സിൽ പോകുന്നവർ ബുക്ക് ചെയ്യണം. ബാബ്സ് എന്ന് പറയുന്നത് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് ബുക്ക് ചെയ്യാം. നമ്മൾ എത്തുന്ന സമയവും കാര്യങ്ങളും ഒക്കെ. നമ്മൾ ഈ കാണുന്നതാണ് അബുദാബി ബസ് സ്റ്റേഷൻ. അങ്ങനെ അബുദാബി ബസ് സ്റ്റേഷനുകളെ പുണർന്നുകൊണ്ട് നമ്മൾ അബുദാബി ബാബ്സിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ അബുദാബി ബസ് സ്റ്റേഷനിൽ നിന്നും ഷെയ്ഖ് സായിദിനെ വീണ്ടും തലോടിക്കൊണ്ട് നമ്മളെ ഈ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. പോകുന്ന വഴി മരുഭൂമികൾ, ഒറ്റപ്പെട്ട ജീവിതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അബുദാബി ബസ് സ്റ്റേഷനിൽ നിന്നും നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. മനോഹരമായ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിനെ തഴുകിക്കൊണ്ട്. പോകുന്ന വഴിയിൽ ഒറ്റപ്പെട്ട മനോഹരമായ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ മനോഹരമായ ആ മരങ്ങൾ, കൂടി നിൽക്കുന്ന മരങ്ങൾക്ക് മുന്നിലൂടെയുള്ള ഈ ഒരു യാത്ര ഏകദേശം നമ്മുടെ സ്വന്തം നാട്ടിലെത്തിയോ എന്ന് തോന്നിക്കും വിധമായിരുന്നു. അബുദാബിയിൽ നിന്നും അൽ മന്ദിറിലേക്കുള്ള നമ്മുടെ ഈ യാത്ര തികച്ചും ഞാൻ ഉൾപ്പെടെ ഇത് കാണുന്ന പ്രേക്ഷകർക്കും കൗതുകമാണ്. ആ കാണുന്നതാണ് അബുദാബിയിലെ എയർപോർട്ട്. നമുക്ക് ഈ ഒരു യാത്രയിൽ നമുക്ക് എയർപോർട്ടും ഷെയ്ഖ് ഗ്രാൻഡ് മോസ്കും പൈനാപ്പിൾ ടവറുമൊക്കെ കാണാൻ സാധിച്ചു. ഇനി മരുഭൂമിയും കണ്ട് നമ്മൾ മരുഭൂമിയിലെ ഒറ്റപ്പെട്ട നഗരവും കണ്ടു നമ്മൾ അൽ മന്ദിറിലേക്ക് പോവുകയാണ്. നമ്മുടെ നാട് മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ആ മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അബുദാബി കഴിഞ്ഞാൽ മുഷാവാഖ് എന്ന് പറയുന്നൊരു നഗരം, ഒറ്റപ്പെട്ടൊരു നഗരമുണ്ട്. അപ്പോൾ ആ നഗരമാണ് നമ്മളീ കാണുന്നത്. ഇത് കഴിഞ്ഞ് കുറച്ച് ദൂരം പോകുമ്പോഴാണ് നമുക്ക് മന്ദിറിൽ എത്താൻ സാധിക്കുന്നത്. ഒരുപാട് വീഡിയോ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഒറ്റ ഭാഗം മാത്രമാണ്. രണ്ടാം ഭാഗത്തെ വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. ചാനൽ ലൈക്കും ഷെയറും ചെയ്യണേ.